ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. MES കൊല്ലം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഒക്ടോബർ 2, 2019 ആരംഭിച്ച് ഈ 2020 ഒക്ടോബർ 2 അവസാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി 150 വർഷാചരണത്തിൻ്റെ സമാപന സമ്മേളന വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കൊറോണയുടെ മാരകമായ മഹാമാരിയുടെ കാലത്ത് ഇതുപോലൊരു വെർച്വൽ മീറ്റിങ്ങിന് മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. അതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വളരെ ആവേശത്തോടു കൂടി നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബും ജനറൽ സെക്രട്ടറി ലബ്ബസാറും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഈ സമാപനത്തോടനുബന്ധിച്ച് ദേശഭക്തി ഗാനം മത്സരം LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ദേശഭക്തി ഗാന മത്സരം, അതുപോലെ തന്നെ പ്രസംഗ മത്സരങ്ങൾ, ചിത്രരചന, ഗാന്ധിയെ സംബന്ധിച്ചുള്ള ചിത്രരചന മത്സരം, ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ഉപന്യാസം എഴുത്ത്, അങ്ങനെ ഒട്ടനവധി മത്സരങ്ങൾ ഓൺലൈനായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ജില്ലയിലെ മികച്ച സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഈ ഒരു വർഷക്കാലമായി ഒട്ടനവധി പരിപാടികൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൊട്ടാരക്കരയും കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തടക്കമുള്ള താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയിട്ടുണ്ട്. യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5 or 6 പരിപാടികൾ വിവിധ സ്ഥലങ്ങളിലായി നടത്തി വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. MES സംസ്ഥാന കമ്മിറ്റി വിഭാവന ചെയ്ത ഒരു വർഷത്തെ പരിപാടിയാണ് നമ്മളിങ്ങനെ വിജയപ്രദമാക്കാൻ വേണ്ടി ജില്ലയിലെ എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കഴിഞ്ഞ 55 വർഷക്കാലത്തെ MES ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളന വേദിയായിരുന്നു തുഷാർ ഗാന്ധിയും പ്രേമേന്ദ്രനും ഡോക്ടറും ഒക്കെ പങ്കെടുത്ത സമ്മേളനം, ഗാന്ധി സ്മൃതി സമ്മേളനം. അത് കോട്ടയവും അതുപോലെ തന്നെ ആലപ്പുഴയും തിരുവനന്തപുരവും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ പരിശ്രമിച്ചു. എല്ലാവരെയും ഈ ഗാന്ധി ജയന്തിയുടെ സമാപന സമ്മേളനത്തിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായി യോഗ നടപടികൾ ജില്ലാ പ്രസിഡന്റ് കോഞ്ചേരിൽ ഷംസുദ്ദീൻ അവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ പലയിടങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഒരിടത്തുനിന്ന് ഹോസ്റ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഈ യോഗം ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി അൽഫാത്തിമ റഹീമിനെ ക്ഷണിക്കുന്നു. സദതം സഹായമർത്തിപ്പതും തിരുമുൻപിൽ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സദതം സഹായമർത്തിപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹ പാത്രമായോദൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർദൻ വഴിയിലുമല്ല. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ബഹുമാനരെ, ഇനി സ്വാഗത പ്രസംഗമാണ്.
ബഹുമാനനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കോഞ്ചേരിയിൽ ഷംസുദ്ദീൻ അവർകൾ, MESന്റെ സംസ്ഥാന അധ്യക്ഷൻ, നമ്മൾക്കെല്ലാം പ്രിയങ്കരനായ ഈ പരിപാടി കഴിഞ്ഞ ഒരു വർഷക്കാലമായി എല്ലാ ജില്ലകളെയും നിയന്ത്രിച്ച് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബ്, നമ്മുടെ ജില്ലയിലെ ഒട്ടനവധി പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളത്തിലെ ഒരുപാട് പ്രസംഗവേദികളിൽ ഹ്രസ്വ പ്രസംഗം കൊണ്ട് ഏവരുടെയും മുക്തകണ്ഠ പ്രശംസ നേടിയിട്ടുള്ള ആദരണീയനായ നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ POJ ലബ്ബസാർ, ബഹുമാനനായ MESന്റെ പ്രമുഖരായ നേതാക്കൾ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വഹാബ് സാർ, അതുപോലെ തന്നെ ജനാബ് കമർ സമ്മാൻ അവർകൾ, അതുപോലെ തന്നെ MESന്റെ ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ താജുദ്ദീൻ, M ഷംസുദ്ദീൻ, JM അസ്ലം, താലൂക്ക് ഭാരവാഹികളായ ഹാഷിം കൊടിമേൽക്കൊടി, CS ബഷീർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ശ്രീ K ഷാജഹാൻ അടക്കമുള്ള നമ്മുടെ ഇന്ന് ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറി AS അഹമ്മദ് സാഹിബ് അടക്കമുള്ള മുഴുവൻ പേരെയും ഞാൻ ഈ വേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 2-നാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ ഏകദേശം വൻ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി സംസ്ഥാന കമ്മിറ്റി നമ്മുടെ ജില്ലയ്ക്ക് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഗാന്ധിജിയുടെ പ്രപൗത്രൻ തുഷാർ ഗാന്ധിയുടെ പരിപാടിയായിരുന്നു. അത് കൊല്ലം ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മഹാസമ്മേളനം, കഴിഞ്ഞ 55 വർഷക്കാലത്തെ കൊല്ലം ജില്ലയുടെ MES ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനമാക്കി കൊല്ലം C കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ജില്ലയിലെ താലൂക്ക്, സ്കൂളുകൾ, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി അതിനകത്ത് പ്രവർത്തിച്ചു. ലബ്ബസാറിൻ്റെ മുഴുവൻ സഹായ സഹകരണങ്ങളോടുകൂടി അത് വളരെ വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ അടുത്ത ജില്ലകളായ ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം ജില്ലകൾ ഈ കാര്യത്തിൽ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ MESന്റെ ഭാരവാഹികളും നേതൃത്വങ്ങളും ഒക്കെ തന്നെ വാഹനങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ സമ്മേളനം വൻപിച്ച വിജയമാക്കിയെടുക്കുക ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ തുടർന്ന് നടന്ന പരിപാടികൾ, കൊല്ലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് പാർക്കിലെ വിശാലമായ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ശ്രീ PK ഗോപനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ സമ്മേളനവും ബലൂൺ പറത്തിക്കൊണ്ടുള്ള ഒരുപാട് പൊതുജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ താലൂക്കുകളുടെ നേതൃത്വത്തിൽ നടത്തിയ മറ്റ് പരിപാടികൾ, എല്ലാ സ്കൂളുകളും ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ ആഹ്വാനമനുസരിച്ച് നല്ല വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചു. തുടർന്ന് ഗാന്ധി ജയന്തിയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പൗരത്വ പ്രശ്നം ഉയർന്നു വരികയും പൗരത്വ പ്രശ്നവും ഗാന്ധി സ്മരണകളും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ടും പിന്നെ ഒട്ടനവധി പരിപാടികൾ നടന്നു. കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ വെച്ച് ഫസൽ ഡോക്ടറും അതുപോലെ തന്നെ പ്രമുഖനായ സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷുമൊക്കെ പങ്കെടുത്ത ബിന്ദു കൃഷ്ണ അടക്കം കരുനാഗപ്പള്ളിയിലെ MLA രാമേന്ദ്രൻ സാർ അടക്കമുള്ള ഒട്ടനവധി പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ള പ്രൗഢഗംഭീരമായ സമ്മേളനം, കൊല്ലത്ത് പീതാംബരക്കുറുപ്പിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനം, അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് നടന്നത്. ആ പൗരത്വ പ്രശ്നത്തിൻ്റെ പരിപാടികൾ MES ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുനലൂർ ജംഗ്ഷനിൽ വളരെ ജനനിബിഡമായ സ്ഥലത്ത് പുനലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായ ഒരു പ്രതിഷേധ ധർണ, സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഇതൊക്കെ തന്നെ MESന്റെ കൊല്ലം ജില്ലയിലെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഔപചാരികമായി ഇതിൻ്റെ സമാപന സമ്മേളന വേദിയിൽ പങ്കെടുക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് യഥാസമയം തന്നെ എത്തിച്ചേർന്ന ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബിനെ നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കോഞ്ചേരി സാഹിബാണ്. ഈ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ നേതൃത്വവും നൽകി വരുന്ന MESന്റെ ആദരണീയനായ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കോഞ്ചേരിയിൽ ഷംസുദ്ദീൻ അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ നമ്മുടെ
ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, സ്കൂളുകളുടെ പ്രവർത്തനമായാലും താലൂക്കുകളുടെ പ്രവർത്തനമായാലും ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കൈയഴിഞ്ഞ് ഓരോ മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും ഒക്കെയുള്ള വളരെ വലിയ പിൻബലം നൽകി വരുന്ന സംസ്ഥാനത്തൊട്ടാകെ മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ലബ്ബ സാറിനെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന MESന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വഹാബ് സാർ, അതുപോലെ തന്നെ കമർ സമാൻ സാഹിബ്, മറ്റ് ഒട്ടനവധി നേതാക്കൾ, നമ്മുടെ ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ഇതൊക്കെ എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇതിനകത്തുള്ള വളരെ സമയം ചുരുക്കി മാത്രമേ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് നമുക്കിതൊരു മീറ്റിംഗ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന യൂത്ത് വിങ്ങിൻ്റെ നേതാക്കളടക്കമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അടുത്തതായി ഈ യോഗത്തിന് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി MESന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കോഞ്ചേരിൽ ഷംസുദ്ദീൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗാന്ധി ജയന്തി 150 എന്ന പരിപാടി MES സംസ്ഥാന കമ്മിറ്റി രാജ്യവ്യാപകമായി നടത്തണമെന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളോടും ആവശ്യപ്പെട്ടത് പ്രകാരം കൊല്ലം ജില്ലാ കമ്മിറ്റിയും കഴിഞ്ഞ ഒരു വർഷമായി പ്രസ്തുത പരിപാടി ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നടത്തി വരികയായിരുന്നു. എന്നാൽ ഈ ഒക്ടോബർ 2-ാം തീയതി ഈ പരിപാടി സമാപിക്കണം എന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളെ കുട്ടികളെയും അധ്യാപകരെയും ഈ അവസരത്തിൽ കൊല്ലം ജില്ലാ MES പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി കൊല്ലം ജില്ലയിലെ MES പ്രവർത്തകർ, അതുപോലെ തന്നെ വിവിധ സ്കൂളുകാർ, ആ സ്കൂളുകളിലെയൊക്കെ MESന്റെ പ്രവർത്തകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട MESന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി കണ്ണനൂർ നിസാം തുടർന്ന് ഇത് വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഈ ഒക്ടോബർ 2-ന് അവസാനിക്കുന്ന ഗാന്ധി ജയന്തി 150 എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള ഈ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വർഷാചരണത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി MESന്റെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അവർകളെ ആദരപൂർവ്വം ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ലോകമൊട്ടാകെ മഹാത്മജിയുടെ 151 ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. MESനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 വർഷമായിട്ട് മഹാത്മജിയുടെ ഓർമ്മകൾ പുതുക്കുന്നതിനായിട്ട് വൻപിച്ച തോതിൽ പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ്. മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളുമൊക്കെ കേരളത്തിൽ വരികയും ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധി കോഴിക്കോട് വന്നു. അദ്ദേഹത്തെ മഹാത്മാജിയുടെ വധത്തെ പറ്റിയിട്ട് ലെറ്റ്സ് കിൽ ഗാന്ധി എന്ന ബൃഹത്തായ പുസ്തകം എഴുതിയിട്ടുള്ള തുഷാർ ഗാന്ധി കോഴിക്കോടും എറണാകുളത്തും കൊല്ലത്തും ഒക്കെ പങ്കെടുത്തു. അതേമാതിരി തന്നെ ആനന്ദ് ഗോഖാനി, അദ്ദേഹത്തിന് വേറെ കുട്ടിയാണ്. നമ്മുടെ പെരിന്തൽമണ്ണ വന്നിട്ടാണ് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ മണ്ണാർക്കാടും വന്നു. പെരിന്തൽമണ്ണ വന്നിട്ടാണ് അദ്ദേഹം നമ്മുടെ CAA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ കേരളത്തിൽ മുഴുവനും നമ്മളുടെ ഡിബേറ്റുകൾ, സെമിനാറുകൾ, ക്വിസ് മത്സരങ്ങൾ, ഗാന്ധിജി ചെയർ പരിപാടി, അതേമാതിരി തന്നെ ഗാന്ധിജി കോണർ എല്ലാ കോളേജിലും അതൊന്നും പലതും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കോവിഡ് പ്രശ്നം വന്നത് കാരണം ഗാന്ധി കോണർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കോളേജുകളിലൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള പരിപാടികൾ, അങ്ങനെ വൻപിച്ച തോതിൽ ആ പരിപാടി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് CAA സമരവും കോവിഡും വരുന്നത്. ഏതായാലും നമ്മൾ ആ പരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ ഇത് വന്നിട്ടുള്ളത്.
ബാക്കിയുണ്ടായിരുന്നത് സുപ്രിയ ഗാന്ധി വരാമെന്ന് പറഞ്ഞു. പ്രസിദ്ധ ചിത്രകാരിയായ സുപ്രിയ ഗാന്ധിയാണ് ദാരാ ഷിക്കോനെ പറ്റിയിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത്. അതേമാതിരി ഗാന്ധിജിയുടെ മറ്റൊരു പേരക്കുട്ടിയായിട്ടുള്ള എലാ ഗാന്ധി ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. എലാ ഗാന്ധി അവിടുത്തെ INC മന്ത്രിസഭ മന്ത്രിയായിരുന്നു, പത്മഭൂഷൺ നേടിയിട്ടുള്ള വ്യക്തിയാണ്. അവരും വരാമെന്ന് പറഞ്ഞാണ്. ഏതായാലും അവരെ ഇനിയൊരു അവസരത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് ഗാന്ധിജിയുടെ കാര്യം ഇത്ര സ്ട്രോങ് ആയിട്ട് എടുത്തത്? വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് തന്നെ ഷെയ്ഖ് മെഹ്താബ്, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് സത്യാന്വേഷണ കഥകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത് ഷെയ്ഖ് മെഹ്താബായിരുന്നു. അതേമാതിരി തന്നെ മറ്റൊരു സുഹൃത്തുക്കളായ ദാദ അബ്ദുള്ള ഒരു കേസ് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു. ആദ്യമായിട്ട് ഈ സത്യാഗ്രഹം അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം വന്നു വീണത് ഖിലാഫത്ത് പ്രശ്നത്തിലാണ്. അദ്ദേഹം അതിനോട് യോജിപ്പില്ലാത്ത ആൾക്കാരുണ്ട് ഖിലാഫത്തിന്റെ കാര്യത്തിൽ. മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഇപ്പം ഇന്ന് ഖിലാഫത്തില്ല. എന്നാൽ കൂടി ഖിലാഫത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുകയും മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലിയായിട്ടൊക്കെ മാറ്റുകയും ചെയ്തു. അതേമാതിരി അദ്ദേഹം അവസാനം വരെ പോരാടി. വിഭജനത്തിനെതിരായിട്ട് വൻപിച്ച പോരാട്ടം അദ്ദേഹം നടത്തി. ജിന്നയുടെ ദുരാഷ്ട്ര സിദ്ധാന്തത്തിനെതിരായിട്ട് നടത്തി. ഇപ്പൊ ഈ MESകാരിലെ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഗാന്ധിയൻ ഫിലോസഫിയിലുള്ളവരാണ്. അവർ ദുരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ വക്താക്കളല്ല, അവരുടെ മുൻ തലമുറകളുടെ വക്താക്കളല്ല. അവരെല്ലാം ഈ ഒരു സെറ്റപ്പ്. അതുകൊണ്ടായിരിക്കും MESകാർ ഇത്ര ആവേശപൂർവ്വമായിട്ട് ഇത് ഏറ്റെടുത്തത്. അപ്പോൾ പിന്നെ നമുക്കറിയാം, വിഭജനം എതിർത്തുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ് യു ക്യാൻ ഡിവൈഡ് ദി കൺട്രി ഓൺലി ഓവർ മൈ ഡെഡ് ബോഡി. തീർച്ചയായിട്ടും വിഭജനം നടന്നു. അദ്ദേഹം പറഞ്ഞോടത്ത് തന്നെ നടന്നു. ഓവർ ഇസ് ഡെഡ് ബോഡി എന്ന് നടന്നു. വിഭജനത്തിന്റെ സമയത്ത് പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന 55 കോടി രൂപയോളം രൂപ കൊടുത്തില്ല എന്ന പേരിലാണ് വിഭജനം. ഇതിനെ കൊടുക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇന്ത്യ കൊടുത്തില്ല. അവസാനം ഗാന്ധിജി സമ്മർദ്ദം ചെലുത്തി കൊടുപ്പിച്ചു. അതാണ് അവസാനത്തെ ഇതെന്ന് പറഞ്ഞു അദ്ദേഹം, നാഥുറാം വിനായക് ഗോഡ്സെ. അവസാനമായി ഞങ്ങളെ ഗാന്ധിജിയെ വെടിവെക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അതാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് നോക്കാം. അദ്ദേഹം നമ്മൾ ഇന്നുള്ള 3-4 കാര്യങ്ങളെ പറ്റി ഗാന്ധിജി എടുത്തിട്ടുള്ള സ്റ്റാൻസുകൾ. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പാകിസ്ഥാനിലോട്ട് പോവുകയാണ്. പാകിസ്ഥാനിൽ പോയിട്ട് എങ്ങനെയെങ്കിലും വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും ഒരേ രാജ്യമാക്കാനായിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെടിയേച്ചു കൊന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ളതിന് ശേഷം അദ്ദേഹം എടുത്ത കാഴ്ചപ്പാടുകളൊക്കെ ഓരോ കാര്യത്തിലും. അദ്ദേഹം കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കറിയാം. അദ്ദേഹം കാശ്മീർ പോയി സന്ദർശിച്ചു. കാശ്മീരിലെ മഹാരാജാവ് ഹരി സിംഗ് അവിടുത്തെ ജനങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹരി സിംഗിന്റെ ഭാര്യ ഒരു കപ്പ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു കപ്പ് പാല് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഭാര്യ, അതായത് ബീഗം അബ്ദുള്ള നടത്തുന്ന ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതേമാതിരി ഇന്ത്യയുടെ ഭാഷ ഹിന്ദി ആയിരിക്കണമോ ഉറുദു ആയിരിക്കണമോ എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ മഹാത്മജി പറഞ്ഞത് ഹിന്ദിയും ഉറുദുവും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഭാഷ. സാധാരണ നമ്മുടെ സിനിമയിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദുസ്ഥാനി ആയിരിക്കണം. നിർഭാഗ്യവശാൽ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിനോട് അംഗീകരിച്ചില്ല. സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദിയായി ഇവിടുത്തെ ഭാഷ, പെർഷ്യൻ, അറബിക് ഉൾക്കൊള്ളുന്ന ഉറുദുവായി പാകിസ്ഥാനിലെ ഭാഷയും. അപ്പൊ 2 ഭാഷയുടെ മുത്തലാഖ് വിഷയത്തിൽ അദ്ദേഹം എടുത്ത കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, ഓരോ സമുദായത്തിനും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. എന്തെങ്കിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരട്ടെ, അവർ ഈ മുത്തലാഖ് പോലെയുള്ള ഓരോ സമുദായത്തിലുള്ള ആചരണങ്ങൾക്കെതിരായിട്ടുള്ള ദുഷിച്ച ആചരണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തും എന്നാണ് അദ്ദേഹം എടുത്തത്. അപ്പൊ നമുക്കറിയാം, ഓരോ വിഷയം വന്നിട്ടുള്ളപ്പോഴും മഹാത്മജി എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേമാതിരി തന്നെ അദ്ദേഹം വേറെ കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ദളിതുകൾക്ക് സംവരണം കൊടുക്കുന്ന
കൊടുക്കുന്നതിന് അദ്ദേഹം വലിയ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അവർ നമ്മുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന്, അവർക്ക് എന്തിനാണ് സംവരണം എന്ന് പറഞ്ഞത്. അതേസമയം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു. അപ്പൊ അംബേദ്കർ ഇതേ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംവരണം കൊടുക്കാൻ തയ്യാറാണല്ലോ, ദളിതുകൾക്ക് കൊടുക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ദളിതുകളെ നമ്മൾ മാറ്റി നിർത്തി മൂന്നാം കിട സിറ്റിസൺസ് ആക്കാൻ പാടില്ല, അവർ നമ്മളിൽപ്പെട്ടവരാണ്, നമ്മളുടെ ഉള്ളിലോട്ട് അവർ ആവഹിച്ചെടുത്തുകൊണ്ട്, അല്ലാതെ അവരെ വേർതിരിച്ച് വേറെ സംവരണം കൊടുത്തുകൊണ്ടല്ല. അതേസമയം ന്യൂനപക്ഷങ്ങൾ വ്യത്യസ്തമാണ്, അവർ വ്യത്യസ്തരാണ്, അവർക്ക് സംരക്ഷണം വേണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള വളരെ ദീർഘവിശ്ലേഷണം ഉണ്ടായിരുന്ന ഭാരതത്തിലെ എല്ലാ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി പൊരുതിരുന്ന വ്യക്തി, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പൊരുതിയ വ്യക്തി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പൊരുതിയ വ്യക്തി, അഹിംസ എന്നൊരു ആയുധം ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തി, ആ മഹാത്മജിയെ അനുസ്മരിക്കുകയാണ് ഞാൻ. ആ അനുസ്മരണം ത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും, MESകാരുണ്ട്, ഇവിടെ ടീച്ചർമാരുണ്ട്, അധ്യാപകരുണ്ട്, മറ്റു സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധിജിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജയ് ഹിന്ദ്. ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമുക്കേവർക്കും പ്രിയങ്കരനായ MESന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ POJ ലബ്ബ സാർ അവർകളെ ആദരപൂർവ്വം മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മദിനം ഇന്ന് ലോകമെങ്ങാടും ആഘോഷിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക ആഘോഷങ്ങൾ ചടങ്ങുകളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ ഗാന്ധി ജയന്തി കൊണ്ടാടുന്നത്. ഗാന്ധിജി 150 എന്ന പേരിൽ MES കഴിഞ്ഞ വർഷം വളരെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. വളരെ പ്രശസ്തരായ ചിന്തകന്മാരും ഗാന്ധി ഭക്തന്മാരും ഗാന്ധി കുടുംബത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെയും കൂടി പങ്കെടുപ്പിച്ചാണ് സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയത്. അതിൽ MES അഭിമാനിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഏജൻസികളെക്കാളും താല്പര്യം ഇക്കാര്യത്തിൽ MES കാട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗാന്ധി ജയന്തി പ്രമാണിച്ച് MES കൊല്ലം ജില്ല പല മത്സരങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഇന്ന് എൻ്റെ എല്ലാവിധ ആശംസകൾ ഒന്നുകൂടി നേരുകയാണ്. ജില്ലാ ഭാരവാഹികൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. MES സംസ്ഥാന മെമ്പർഷിപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട M വഹാബ് IPS അവർകളെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യയിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിലാണ് MES ഈ മഹത്തായ ദൗത്യം ഏറ്റെടുക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന MESന്റെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരകൾ ഉൾപ്പെടെ വിപുലമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ മഹാത്മജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയെയും അതുപോലെ മറ്റ് പ്രഗത്ഭ വ്യക്തിത്വങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മഹത് സമ്മേളനങ്ങൾ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അവറുകളുടെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഗാന്ധി സ്മൃതി കൊണ്ടുള്ള നവോന്മേഷം പകരാനും പുതുതലമുറയ്ക്ക് ഒരു പുത്തൻ ഉണർവും ആവേശവും പകർന്നു കൊടുക്കാനും ഈ ആഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞുവെന്നുള്ളത് MES പ്രസ്ഥാനത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. മാത്രമല്ല, ഭാരതത്തിലാകമാനം ഇതറിയപ്പെടുകയും ചെയ്തു. മറ്റ് പട്ടണങ്ങളെപ്പോലെ തന്നെ കൊല്ലത്ത് വെച്ച് നടന്ന ഗാന്ധി സ്മൃതി 150 സമ്മേളനവും എല്ലാ നിലയിലും മഹത്തരവും ഓരോ MESകാരനും എന്നും അഭിമാനിക്കാവുന്നതുമാണ്. ഗാന്ധി സ്മൃതി 150ന്റെ സമാപനത്തോടനുബന്ധിച്ച് MES കൊല്ലം ജില്ലാ കമ്മിറ്റി വിദ്യാർത്ഥികളുടെ ഇടയിൽ ഓൺലൈൻ മാധ്യമം വഴി നടത്തിയ കലാമത്സരങ്ങൾ എല്ലാ അർത്ഥത്തിലും മികവുറ്റതായിരുന്നു. അതിൽ ആവേശപൂർവ്വം പങ്കെടുത്തവരെയും വിജയം വരിച്ചവരെയും ഞാൻ MES പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടുക്കി ഒബ്സർവറും കൂടിയായ ജനാബ് J കമർ സമാൻ അവർകളെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.
ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള ജനത അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ പിൻപറ്റുന്നവരാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരാണ്. 151 വർഷം പിന്നിട്ടിട്ട് അദ്ദേഹത്തോടുള്ള ആദരവ് ലോക ജനത കാണിക്കുന്നുണ്ട്. എന്നാൽ ക്ഷമത്തോടെയാണെങ്കിലും അവതരിപ്പിക്കുകയാണ് യാഥാർത്ഥ്യങ്ങൾ. വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയം വർഗീയതയിൽ അമർന്നു പോയപ്പോൾ, അതനുസരിച്ചുള്ള ഭരണ സംവിധാനം ഉണ്ടായപ്പോൾ ഗാന്ധിജിയെ ഉപേക്ഷിക്കുന്ന ചില ശൈലികളൊക്കെ, പ്രവർത്തനങ്ങളൊക്കെ നാം കണ്ട് വിഷമിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്നോളമുള്ള കാലഘട്ടങ്ങളിലെല്ലാം അതിനെ തള്ളിപ്പറഞ്ഞ, ഗാന്ധിജിയെ തള്ളിപ്പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ ആദർശത്തെ തള്ളിപ്പറഞ്ഞവരുടെ കയ്യിലാണ് ഇന്ന് ഭരണകൂടം. അതിൻ്റെ തിക്തഫലങ്ങൾ നാം അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ ഈ മതേതര ജനാധിപത്യ രാഷ്ട്രം അപകടത്തിലാകും എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലെയും നാം ഒത്തുചേർന്ന് നല്ല ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കൊല്ലം ജില്ലാ ട്രഷറർ, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ ഡോക്ടർ എസ് താജുദ്ദീൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MES സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് MES ജില്ലാ കമ്മിറ്റിയുടെ 1 വർഷം നീണ്ടുനിന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് മഹാത്മജിയുടെ 151 ജന്മദിനമാണ്. 1947 ഇന്ത്യ പാകിസ്ഥാൻ എന്ന് വിഭജിച്ചുവെങ്കിലും ഇന്നും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ വീണ്ടും വീണ്ടും വിഭജിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ആവർത്തിക്കാറുള്ളത് ഇന്ത്യ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും മുസ്ലിങ്ങളുടെയും രാജ്യം ആണെന്നാണ്. ജാതീയമായ ഉച്ച നീചത്വവും മതസ്പർദ്ധയും ഹിംസയും ഇല്ലാത്ത ഒരു ഭാരതം കെട്ടിപ്പടുക്കുക എന്ന മഹാത്മജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. MES സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ജനാബ് M ഷംസുദ്ദീൻ അവർകളെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, MES സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1 വർഷമായി നടന്നുവരുന്ന ഗാന്ധി ജയന്തി ആഘോഷത്തിൻ്റെ സമാപന ദിവസമാണല്ലോ ഇന്ന്. ആ പുണ്യ മഹാത്മാവ് ബാക്കി വച്ചിട്ട് പോയ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം മാനവരാശിക്ക് ലോകം അവസാനിക്കും വരെയും ഒരു മുതൽക്കൂട്ട് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സമാപന സമ്മേളനത്തിൽ എല്ലാവർക്കും ഞാൻ ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം. MES സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ ജനാബ് K ഷാജഹാൻ അവർകളെ ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഗാന്ധിജിയുടെ 151 ജന്മവാർഷിക ദിനമാണിന്ന്. MESന്റെ ഗാന്ധി ജയന്തി 150 വാർഷികാചരണത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ലോകത്ത് ഇങ്ങനെയൊരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞാൽ വിശ്വാസമാവില്ല എന്ന് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഇനി വരുന്ന തലമുറകൾക്കെല്ലാം
ഒരത്ഭുതമായിരിക്കും മഹാത്മാഗാന്ധി. ചരിത്രത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ പ്രവാചകൻ്റെ 151-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. ഒപ്പം MESൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബഹുമാന്യനായ എഞ്ചിനീയർ JM അസ്ലം അവരുടെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മഹാത്മജിയുടെ ആദർശങ്ങൾ നമ്മുടെ ഇളം തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ നാം മറ്റേത് കാലത്തേക്കാളും കൂടുതൽ ഉത്സാഹത്തോടെയും ഉത്തരവാദിത്തോടും കൂടി മുന്നേറേണ്ടിയിരിക്കുന്നു. മഹാത്മജിയുടെ ഒരു വചനം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മനുഷ്യരായതുകൊണ്ട് മാത്രം നിങ്ങൾ വലിയവരാകുന്നില്ല, മറിച്ച് നിങ്ങളിൽ മനുഷ്യത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ വലിയവരാകുന്നുള്ളൂ. ഈ ആദർശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ MES നടത്തുന്ന സംരംഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും, കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിക്ക് പ്രത്യേകിച്ച് എല്ലാവിധ പിന്തുണയും ഇത്തരുണത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. മഹാത്മജിയുടെ സന്ദേശങ്ങൾ ഒരു കാലത്തും ലോകത്ത് നിഷ്പ്രഭമാവുകയില്ല. ഏതൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും, കാരണം അതാണ് പരമസത്യം എന്നുള്ള പരമസത്യം തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. MESൻ്റെ കൊല്ലം താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹാഷിം കൊടിമേൽക്കുടി അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രേമുള്ള MES ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നാം മഹാത്മജിയുടെ ജന്മദിനം ഈ ഒരു വർഷത്തുമായി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലേക്കായി കൊല്ലം ജില്ലാ MES കമ്മിറ്റിയും അതിലേക്ക് ഭാഗവാക്കാകുകയാണ്. മഹാത്മജിയുടെ കൊച്ചുമകൻ നമ്മുടെ കൊല്ലം ജില്ലയിൽ വരികയും നമുക്ക് മഹാത്മജിയെപ്പറ്റി വലിയൊരു പ്രഭാഷണം തന്നെ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും ചെയ്യുകയുണ്ടായി. സമയക്കുറവുകൊണ്ട് കൂടുതലായി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. MESൻ്റെ പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് ജനാബ് CS ബഷീർ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗാന്ധിയൻ ദർശനങ്ങളെപ്പറ്റി പറയുമ്പോൾ നാം ഏവരും ഗാന്ധിജിയെ പറ്റി ഇന്ന് അറിയാൻ വയ്യാത്തതായി ആരും തന്നെ കാണുകയില്ല. തമിഴ്നാട്ടിൽ കൂടി ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു തമിഴ് സ്ത്രീ സ്വന്തം സാരിയുടെ ഒരു ഭാഗം കഴുകി ഉടുക്കുകയും ബാക്കി ഭാഗം ഉടുത്തുകൊണ്ട് ഒരു ഭാഗം കഴുകി ഉണങ്ങുന്നവരെ കാത്തിരുന്ന് അത് ഉണങ്ങിയ ശേഷം ബാക്കി കഴുകി കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് ഇനി ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വസ്ത്രം ധരിക്കാൻ പ്രാപ്തരാവുന്ന കാലത്ത് മാത്രമേ ഞാൻ പൂർണ്ണമായി വസ്ത്രം ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ പകുതി വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ലോകം മൊത്തം യാത്ര ചെയ്യുകയും ചെയ്ത ആ മഹാത്മയെ ഈ സമയത്ത് സ്മരിക്കുകയും ഈ ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ സമാപന സമ്മേളനത്തിനായി എല്ലാ നടപടികളും സ്വീകരിച്ച MESന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. MESൻ്റെ കരുനാഗപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ജനാബ് EM അൻസാർ സാഹിബ് അവരുടെ ഈ വേദി അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളി IMA ഹാളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിയിരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി കലാമത്സരങ്ങൾ, സാഹിത്യ മത്സരങ്ങൾ, പ്രസംഗ മത്സരങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് നിരവധിയായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ MA സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഘടിപ്പിച്ച പരിപാടികൾ വലിയ വിജയമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. സംസ്ഥാന പ്രസിഡന്റിനും സെക്രട്ടറിക്കും കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കോഞ്ചേരി ഷംസുദ്ദീൻ, സെക്രട്ടറി കണ്ണല്ലൂർ നിസാം അടക്കമുള്ള ജില്ലാ ഭാരവാഹികളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതുപോലെയുള്ള മികച്ച പരിപാടികൾ
നടത്താൻ MES ഇനിയും കഴിയുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനനായ കൊട്ടാരക്കര താലൂക്ക് MES കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാബ് MM ഇസ്മായിൽ സാഹിബ് അവരുടെ 2 വാക്ക് പ്രസംഗിക്കാനായി ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംസ്ഥാനമൊട്ടുക്ക് MES ഗാന്ധി ജയന്തി വാർഷികാഘോഷം കൊണ്ടാടുകയാണ്. അതിൻ്റെ 151ാമത് വർഷമായ ഇന്ന് ഒക്ടോബർ 2 കഴിഞ്ഞ ഒക്ടോബർ 2 തുടങ്ങി ഈ ഒരു വർഷം അവസാനിക്കുകയാണ്. MES ഒരു നല്ല ഒരു മെസ്സേജാണ് ഈ കഴിഞ്ഞ വർഷം ഗാന്ധി ജയന്തിയോട് സ്മരിച്ച അതിൻ്റെ സമാപന ദിവസമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയുടെ ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി. ജയ് ഹിന്ദ്. MESന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണല്ലൂർ സ്കൂൾ കമ്മിറ്റിയുടെ ചെയർമാനുമായ ഡോക്ടർ M അബ്ദുൽ സലാം IRS അവരുടെ പ്രഭാഷണം നടത്താനായി ക്ഷണിക്കുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സമാധാനത്തിൻ്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന രാഷ്ട്രപിതാവിൻ്റെ ചരിത്രം വിസ്മയകരമാണ്. ഇന്ത്യൻ ഭരണഘടന അഭിലഷിക്കുന്ന സമത്വം, സാഹോദര്യം, സാമുദായിക ഐക്യം, സാമൂഹ്യ നീതി, മതനിരപേക്ഷത തുടങ്ങിയ തത്വങ്ങൾ മഹാത്മാഗാന്ധിയുടെ അഭിലാഷങ്ങൾ കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ അവിശ്രമം അവ നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്നുള്ള പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രനിർമ്മാണത്തിൽ മുന്നേറാം എന്ന് ആശിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് എൻ്റെ അഭിലാഷം. MES യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാൻ അദ്ദേഹത്തെ ഈ വേദിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 151ാം ജന്മദിനം നമ്മുടെ രാജ്യമെങ്ങും ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ 151ാം ജന്മദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയായ ഒരു ആചാര്യനായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന രാഷ്ട്രപിതാവ്, ഒരു മെഴുകുതിരി പോലെ കത്തിയെരിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് പ്രകാശം നൽകിയ ഒരു മഹത്വത്തിൽ. നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ കൂടുതലായി പറയുന്നില്ല. MES നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്നു. ഈ സമാപന സമ്മേളനത്തിൽ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. MES യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ജനാബ് A ഷിഹാബിനെ ഈ വേദിയിൽ പ്രസംഗിക്കാനായി ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റി ഗാന്ധി ജയന്തി 150ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 1 വർഷക്കാലമായി ഒട്ടനവധി പരിപാടികളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ ഈ സമാപന സമ്മേളനത്തിന് MES യൂത്ത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ ഇതുമായി അനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ഓൺലൈൻ പരിപാടികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ ഈ സമാപന സമ്മേളനം ശ്രവിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ജനാബ് A സമദ് അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, മഹാത്മജിയുടെ ഈ 151ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തരും ഗാന്ധിയന്മാരായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അതിലേക്കായി നാം എല്ലാവരും എത്തപ്പെടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാനീയനായ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാറിനെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ ജില്ലക്കാരനും അമരക്കാരനുമായ POJ ജനറൽ സെക്രട്ടറി POJ ലബ്ബ സാറിനെയും
ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലയെ വളരെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന ശ്രീ കോഞ്ചേരി ഷംസുദ്ദീൻ അവരുടെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ യോഗത്തിൽ പങ്കെടുത്ത MES-ന്റെ ജില്ലാ സെക്രട്ടറി, താലൂക്ക് ഭാരവാഹികൾ, MES എക്സിക്യൂട്ടീവുകൾ, വിശിഷ്ടാതിഥികൾ തുടങ്ങിയ എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. യോഗം അവസാനിക്കുകയാണ്. ജനഗണമന. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नाम जागे तब शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल नायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय जय